രാജാവ് കഴിക്കുന്ന ഭക്ഷണം പോലെ എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള എല്ലാം അടങ്ങിയിട്ടുള്ള നല്ല ഭക്ഷണം പ്രഭാതത്തിൽ കഴിച്ചാൽ അന്നത്തെ ദിവസം അവർക്ക് നന്നായി മുന്നോട്ട് പോകാൻ, ആക്റ്റീവ് ആവാൻ, എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ചെയ്യാൻ. നേരത്തെ വെച്ചൂടെ പറഞ്ഞു, ഒരു മനുഷ്യൻ ആരോഗ്യവാനാണെന്ന് തിരിച്ചറിയാൻ എങ്ങനെയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം, പ്രഭാതം പൊട്ടിവിടുന്നത് മുതൽ പ്രദോഷം വരെ യാതൊരു പ്രയാസവും ഇല്ലാതെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ഒരു കണ്ടീഷൻ ശരീരത്തിനുണ്ടെങ്കിൽ, ബോഡിക്കുണ്ടെങ്കിൽ അതാണ് ആരോഗ്യാവസ്ഥ. അപ്പൊ ആ ആരോഗ്യാവസ്ഥയ്ക്ക് വളരെ പ്രധാനമാണ് പ്രഭാത ഭക്ഷണം എന്നുള്ളത്. ആ പ്രഭാത ഭക്ഷണം പ്രധാന ഭക്ഷണമാണ്, പ്രധാനമായി പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതാണ് എന്ന് ഓർക്കുക. ഈ പ്രഭാത ഭക്ഷണം കഴിക്കാത്ത ആളുകൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? പ്രഭാത ഭക്ഷണം കഴിക്കാത്തവരിൽ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ രാവിലെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ ഉച്ചക്ക് വല്ലാതെ, ഉച്ചയൂണ് അവർ വല്ലാതെ കഴിക്കും. നന്നായിട്ട് വിഷമിട്ടുണ്ടാവും. വല്ലാതെ വിശക്കുമ്പോൾ ഒരുപാട് അവർ കഴിക്കും. അങ്ങനെ കഴിക്കുന്ന ആളുകളിൽ ഷുഗർ കൂടാൻ കാരണമായി തീരുന്നു. അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെ അളവ് കൂടാൻ സാധ്യതയായിരുന്നു. അതുപോലെ തന്നെ എക്സസ് വെയിറ്റിലേക്ക് പോകാൻ. അമേരിക്കയിലെ 16 വർഷത്തെ ഒരു പഠനം, ഹാർവാർഡ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഹെൽത്തിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന അമേരിക്കയിലെ ഒരു സ്കൂൾ, ആ സ്കൂളിലെ 16 വർഷത്തെ പഠനങ്ങളുടെ റിപ്പോർട്ടായിട്ട് അവർ പറഞ്ഞത് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നതിൽ വരുന്ന രോഗങ്ങളിൽ വളരെ പ്രധാനമാണ് ഹാർട്ട് സംബന്ധമായ പ്രോബ്ലം, കൊളസ്ട്രോള്, ഷുഗർ. ഈ 3 പ്രശ്നത്തിനും വലിയ കാരണം. അത് വെറുതെ പറയുന്നതല്ല. 16 വർഷത്തെ അവരുടെ നിരീക്ഷണത്തിൽ 35 മുതൽ 85 വരെ പ്രായമുള്ള ആളുകളെ പരീക്ഷിച്ചു നോക്കുമ്പോൾ അവരുടെ പരീക്ഷണങ്ങളിൽ നമുക്ക് മനസ്സിലായത് പ്രഭാത ഭക്ഷണം ഒഴിവാക്കിയ 30% ആളുകളിൽ അറ്റാക്ക് വരികയും കുഴഞ്ഞു വിടുകയും ഒന്നുകിൽ തളർന്നു പോവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് മരിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എന്നാണ്. അപ്പൊ പ്രഭാത ഭക്ഷണം എന്നത് പ്രാധാന്യത്തോടുകൂടി പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അവോയ്ഡ് ചെയ്യേണ്ടതല്ല. പല കാരണങ്ങളും അതിൽ കണ്ടെത്തും. ജോലി തിരക്കാണ്, അതാണ് നമുക്ക് പറയും. ഏത് തിരക്കുകൾക്കും ഏത് ജോലി നാം ചെയ്യുന്നതിന് വേണ്ടിയാണോ ആ കാര്യങ്ങൾക്ക് നമ്മുടെ ബോഡി ഉണ്ടാവട്ടെ. അപ്പൊ അതുകൊണ്ട് പ്രഭാത ഭക്ഷണത്തിൽ ഒരിക്കലും തിരക്കാകാതിരിക്കുക. പ്രഭാത ഭക്ഷണം വളരെ ജാഗ്രതയോടുകൂടിയും ശ്രദ്ധയോടുകൂടി കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം. ഈ പ്രഭാത ഭക്ഷണത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാത്രി സമയം നമ്മൾ നീണ്ട ഒരു ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ രാവിലെ കഴിക്കുന്നത് എന്തെങ്കിലും ഒക്കെ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും എടുത്ത് വല്ല ബേക്കറിയോ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ നാം ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. രണ്ടാമത്തത് ഉച്ചയൂണാണ്. ഉച്ചഭക്ഷണമാണ് പിന്നെ നമ്മൾ കഴിക്കേണ്ടത്. കഴിക്കണമെന്നൊന്നുമല്ല. നമ്മുടെ രീതി എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ കിടക്ക് കിട്ടുമ്പോഴൊക്കെ കഴിക്കുക എന്നുള്ളത്. ഒരിക്കലും അങ്ങനെ കഴിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ്? പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ അടുത്ത ഭക്ഷണം കഴിക്കാവൂ, അല്ലെങ്കിൽ വിശന്നിട്ടേ കഴിക്കാവൂ. ഈ 2 ഫോർമാറ്റേ ചെയ്യാവൂ. അതല്ലാതെ നമുക്ക് തോന്നുമ്പോഴൊക്കെ അതൊക്കെ പറയാം, ഞാൻ ചിപ്സ് അല്ലേ കഴിച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ അല്പം കഞ്ഞിയല്ലേ കുടിച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ എന്തോ ഒരു പൊരിക്കടിയല്ലേ കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ നാം കഴിക്കുന്ന പ്രഭാത ഭക്ഷണത്തിന് ശേഷം 4 മണിക്കൂർ മുമ്പ് നാം എന്ത് കഴിച്ചാലും അത് കലോറി നമ്മുടെ ശരീരത്തിലേക്ക് വർദ്ധിക്കാനും നമ്മുടെ ബോഡിയിൽ വർദ്ധിക്കാനും അത് ഫാറ്റായി കൺവേർട്ട് ചെയ്യപ്പെടാനും അത് എക്സസിലേക്ക്